DCC അധ്യക്ഷനെ തീരുമാനിച്ചപ്പോൾ മുതൽ പാർട്ടി തന്നോട് നീതി കാണിച്ചിട്ടില്ലെന്ന അമർഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത്. സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ നീതി നിഷേധം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ഷൗക്കത്ത്. ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ K സുധാകരനെ നേരിൽ കണ്ട് ഷൗക്കത്ത് തന്റെ പരിഭവം പങ്കുവച്ചതിന് പിന്നാലെയാണ് VS ജോയിക്ക് വേണ്ടി സമ്മർദ്ദ നീക്കവുമായുള്ള PV അൻവറിന്റെ പരസ്യ പ്രസ്താവന. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നത് സംബന്ധിച്ച പരസ്യ പ്രതികരണം അൻവർ തുടരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ. കോൺഗ്രസിന് ഒരു നടപടിക്രമമുണ്ട്. ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഇലക്ഷൻ കമ്മിറ്റി കൂടും. അതിനുശേഷം തീരുമാനമെടുത്ത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. അവിടെ നിന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടാണല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹം UDFന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഒരു പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെ അൻവറിനെ ഇക്കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നാണ് സൂചന. അതേസമയം VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നടത്തുന്ന പിടിവലി അവസരമാക്കി മാറ്റാനുള്ള നീക്കമാണ് PV അൻവർ നടത്തുന്നതെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ തടസ്സങ്ങൾ നിലനിൽക്കെ നിലമ്പൂർ സീറ്റുമായി ബന്ധപ്പെട്ട് അൻവർ നടത്തുന്നത് വിലപേശൽ നീക്കമാണെന്നാണ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ നിരീക്ഷണം. അതേസമയം അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ ലീഗ് നേതൃത്വം പരസ്യമായി പിന്തുണയ്ക്കുമെന്നാണ് സൂചന. ആര്യാടൻ ഷൗക്കത്തിന്റെ തുടർ നീക്കങ്ങൾ ഇടത് കേന്ദ്രങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കുന്ന പശ്ചാത്തലത്തിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ അദ്ദേഹവുമായി ഉടൻ ചർച്ച നടത്തിയേക്കുമെന്നാണ് വിവരം. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.